എന്താ സംഭവം? എന്തായാലും അണ്ണാ തെറി വിളിക്കുന്ന വണ്ടി കാണിച്ചാലോ. നമ്മൾ ഇതിനകത്ത് ഓടിച്ചോണ്ട് നടക്കണതൊക്കെ അങ്ങനെ അവിടെ റിയൽ ലൈഫിൽ ഓടിച്ചോണ്ട് നടക്കണേ. എന്തോ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ സത്യം പറഞ്ഞ കേസ്. പാസ്വേഡ് കണക്ട് റേഡിയോ എസ്ആർ. എന്ത് പറ്റിടാ? വരാ വരും. എന്തൊക്കെ പറയാലും ഇന്ന് അവന്മാര് കേവി ആയിട്ട് സിറ്റുവേഷൻ എടുക്കത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെനിക്ക് നന്നായിട്ട് ഇവിടെ തോന്നിട്ട് കാര്യമില്ല കേട്ടാ. ഇതൊക്കെ അതെനിക്ക് ഉടായ്പായിട്ട് തന്നെ ഫീൽ ചെയ്ത് കേട്ടാ. സത്യമായിട്ടും ആയി. എന്തോ പുതിയ ഉടായ്പ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവന്മാര്. കേവി ആയിട്ട് സിറ്റുവേഷൻ ആയിരുന്നു പെട്ടെന്നല്ല. എടാ ഇത് പറഞ്ഞേ സംസാരിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ വണ്ടി എടുത്ത് വിട്. എടാ എത്രടാ പോസ്റ്റൽ കോഡ് എത്രടാ? 7041. എടാ 7041 മാർക്ക് ചെയ്തടാ. 41. 70 വന്നോണ്ടിരിക്കുക വെയിറ്റ്. എടാ ഇത് തമാശയാണോ ഇവന്മാര് കാണിക്കണോ അതോ ഇത് സീരിയസ് ആയിട്ട് പറയുവാണോ? തമാശയാണോ സീരിയസ് ആണോ എങ്ങനെ എനിക്കിത് ആദ്യം കേട്ടപ്പോ തമാശ ആയിട്ട് ഇപ്പൊ സീരിയസ് ആയിട്ട് തോന്നുന്നു. ഞാനെവിടെ കയറിയില്ല. മിസ്റ്റർ എക്സ് എന്താ നിന്നെ ഞാൻ ഇറങ്ങി വന്നപ്പോ ലാസ്റ്റ് എന്തെങ്കിലും യൂസ് ചെയ്താ? നിനക്കൊരു ഒരു വൈക്ലബ്യം? ഇല്ല എനിക്ക് ഒന്നുമില്ല. എന്നാലും പറഞ്ഞത് ഞാൻ പറയട്ടെ, നീ കുറച്ചും കൂടെ ആലോചിച്ചൊക്കെ നീ ബിഹേവ് ചെയ്യണ ചന്ദ്ര. നമ്മുടെ അൾട്ടിമേറ്റ് നമ്മൾ തന്നെ അതാണ്. പക്ഷെ അവരുടെ ഇതില്ലാതെ നമുക്കിവിടെ കളിക്കാൻ പറ്റൂല. അത് നീ മനസ്സിലാക്ക്. ഗ്യാങ് സസ്പെൻഷൻ മേടിച്ചിട്ട് എന്ത് ചെയ്യാനാ? ചില സമയത്തുണ്ട് ഇവരൊക്കെ നന്നായിട്ട് ഡീൽ ചെയ്യണം. അങ്ങനല്ല, ചിലവരുണ്ടെണ്ണ ചിലർ സംസാരിക്കുന്ന ചില സമയത്ത് ചില രീതികൾ ഭയങ്കര റോങ് ആണ്. മാർക്കിലാണോ? നമ്മള് പറഞ്ഞത് കേൾക്കുന്നില്ല. എനിക്കും അടുത്ത് ഹലോ ഹലോ കാർലോ എന്ത് പറ്റി? ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതെന്ത് സംഭവം? എന്താ സംഭവം? എന്തായാലും ഇതെന്തോ മുട്ടോടായിപ്പാണ്. എനിക്ക് 100% ഉറപ്പാണ്. ഇതെന്തോ എല്ലാരും വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ കാർലോ ഡ്രസ് പോലെ എനിക്ക് പുറകിൽ പരിദ്വാസം കേട്ടാ. അത് MRCയുടെ ഗ്യാങ് ഹൗസ് അല്ലേ? എനിക്ക് അപ്പോഴേ തോന്നി ഇങ്ങനെ നിന്നെയൊക്കെ ഉണ്ടല്ലോടാ. നിന്നെയൊക്കെ എടാ ഗോകു നിനക്കൊക്കെ ഉണ്ടല്ലോ തൂറി കവർ കെട്ടി എറിഞ്ഞു തരണം. നിന്റെ അഭിനയം എന്നൊക്കെ പറഞ്ഞ
പേരടിച്ചല്ലേ വാസ്തു കാറിലുള്ളത്. അണ്ണാ അണ്ണാ കൊറേ പേർക്ക് മനസ്സിൽ എന്റെ അമ്മ ഇവന്മാരുടെ അഭിനയം എനിക്ക് ആദ്യം കേട്ടപ്പോ പ്രാങ്കാന്ന് മനസ്സിലായിട്ടാ, പിന്നെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോ സീരിയസ് ആവുന്ന തമാശയാണെന്ന് മനസ്സിലാവണില്ല. അതെ അതെ എനിക്ക് പ്രാങ്കെന്ന് മനസ്സിലായിരുന്നു. പക്ഷെ ഇവിടെ ഒന്നും ഇവരെ അഭിനയം കാണുമ്പോ എനിക്ക് തന്നെ ഡൗട്ട് അടിച്ചു, ഇത് ശരിക്കും ഇവര് സിറ്റുവേഷൻ ആയതാണോ അഭിനയിക്കാണ്. ഇത് രണ്ടിലും പേരടിച്ചല്ലേ, അത് കൊള്ളാം. സെറ്റ് കൊറേ നാളായി ഈ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടല്ലേ. സത്യം എന്റെ അമ്മ എത്ര കാലം ഈ സാമാനത്തിന് വെയിറ്റിംഗ് ഡെബിലാണ് ഇതിന്റെ പിന്നിൽ ഇതെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടി സാധനങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. നാളെ അപ്ഡേറ്റില് മാറും. സോറി വേണ്ടിയിൽ കുറച്ചും കൂടി സാധനങ്ങൾ ആഡ് ചെയ്യാണ്ട് അതിലേക്ക് നാളത്തെ അപ്ഡേറ്റില് എന്തായാലും ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. നാളത്തേക്ക് കിട്ടിയാ മതി. വേറെ പരിപാടി ഇതിപ്പോ നിങ്ങളുടെ ഗാരേജിൽ ആടാവും. ഓക്കെ, ഞങ്ങൾ വെയിറ്റിംഗിലായിരുന്നു. കാരണം മീറ്റിംഗിലായിരുന്നു. ഈ സ്ഥലം അപ്പാപ്പിനെ വിളിക്കണേ, പുള്ളി ഐസിയിലായേ. കാറിലൊരു കാര്യം പറട്ടാ, അന്ന് നമുക്ക് ഗ്രൗണ്ടിൽ തള്ളായിരുന്നു പ്ലാന്. നിങ്ങള് ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും ഒന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി. പണ്ട് ഒരു മീറ്റിംഗ് നടന്ന സ്ഥലം. ഓ അതാ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഓർമ്മയില്ലായിരിക്കുമോ? ഹോക്കി ബ്രോണ് കേട്ടോ അണ്ണാ പ്ലാൻ ചെയ്ത് മൊത്തം KVL ഹോക്കി ആണല്ലേ. നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ പ്ലാൻ ഉണ്ട് സെറ്റാണ്. പക്ഷെ ഇന്ന് അത് എന്തായാലും വർക്ക് ഇത് അടിയാവൂലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇന്നും കൂടെ ഞാനിപ്പോ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളു. ഇവിടെ നിൽക്കുന്ന എനിക്ക് അൾട്രോണ് മാത്രമേ അടിയായെന്ന് വീണ്ടും ലോക്ക്ഡൌൺ. അണ്ണാ എന്റെ AR-ന്റെ ഡ്യൂറബിലിറ്റി തീർന്നു. ആണെങ്കിൽ നീ കുറച്ച് ദിവസം വെടി വെക്കണ്ട അണ്ണാ, അങ്ങനെ പറയല്ല. അണ്ണാ ഇങ്ങനെ തന്നെ വണ്ടി ഇട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഫോട്ടോ എടുക്കാം. ഞാൻ ജസ്റ്റ് ഓടിച്ചു നോക്കട്ടെ വണ്ടി ഒന്ന്. വണ്ടി തിരിച്ചു ഈനൊക്കെ അണ്ണനൊന്നും പേടിച്ചില്ല. അണ്ണൻ പേടിച്ച ആദ്യം എനിക്ക് അറിയാമായിരുന്നു പ്രാങ്ക് ആണ് ആദ്യം. പിന്നെ എന്റെ അഭിനയം നിന്റെ അഭിനയത്തിലാണ് എനിക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയത്. റേഡിയോ കോളേജ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. അതാ പറഞ്ഞത് എനിക്ക് എന്തായാലും മനസ്സിലായി. ഇല്ല മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷെ വേറെ കാര്യം, ഈ വണ്ടിയുടെ സൈസ് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നില്ലേ? മറ്റേ ജിമ്മിനിയുടെ പോലെ ആയതുപോലെ, ഒരു ബ്രോങ്കോടെ ഇതല്ലാതെ ജിമ്നി പോലെ ആയതുപോലെ തോന്നുന്നു എനിക്ക്. സൈസ് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നില്ലേ? അന്നാ തെറി വിളിക്കുന്ന നോക്കൂ അനാവശ്യമായി. ഞാൻ അത് പറയാം. തെറി വിളിക്കലേ ഗോകുവനെ. ഗുഡ് ബോയ് ഞാൻ മാത്രമേ ഉള്ളൂ. അഴുക്കപ്പിള്ള ഞാനും മോബിയാണ് ഗുഡ് ബോയ്സ്. അയ്യോ ഇവിടെ റാമിനൊക്കെ ഇപ്പൊ കിഡ്നിയുടെ വിലയാ.
അതിപ്പോ ലാപ്പിൽ തന്നെ ചരിച്ചു വെച്ചോളൂ. ബോബിന്റെ PC അവന് കൊടുത്ത്. ഇത് എവിടെയായിരുന്നടാ സ്ഥലം? ഓ ഇത് മറ്റേ ഇത് എന്തോ 4 ഇൻഡിക്കേറ്റർ എന്തോ ഓണോ ഇതിന്റെ? ആരോ ഇതിനു വേണ്ടിട്ട് ഓണാക്കിട്ടെ. ഓ പഴയ പോലെ പറക്കും നോക്കിയില്ലല്ലോ അണ്ണാ. പറക്കത്തില്ല സ്പീഡ് കുറച്ച് കുറവാ. സെറ്റ് ആണ്. അത് കൂട്ടാ ഞാൻ പറഞ്ഞു കൂട്ടാ. മാറിയടാ ഞാൻ തിരിച്ചിട്ടോടാ മാറിയേ. ഞാൻ ഈ ചുമല ഡ്രസ് ആണ് കേട്ടാ പ്ലാൻ ചെയ്തത്. പറയടാ. എനിക്കറിയാം ഓർമ്മയുണ്ട്. പിന്നെ എനിക്കറിയാം അതെല്ലാം നോക്കിട്ട് നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മള് പ്ലാൻ ചെയ്തത് TV വാർ നടന്ന മലയാണ് ആദ്യം നോക്കിയത്. പിന്നെ അത് അവിടെ ആവുമ്പോ കുറച്ചുകൂടെ റിയലിസ്റ്റിക് വരുവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ആക്കിയത്. കുറുപ്പ് എന്തിയടാ? കുറുപ്പ് എവിടെ? മീറ്റ് ഞാൻ കുറെ നേരമായിട്ട് ശ്രമിക്കുവായിരുന്നു, പക്ഷെ നടന്നില്ല കേട്ടോ. അതെ ഹലോ കുറുപ്പേ. ഓ നല്ല മുച്ചിരി കറക്റ്റ് ഗാംഭീര്യം ഉണ്ട് കേട്ടോ നിനക്ക് സൗണ്ടിന്. നീലന്റെ ഒക്കെ അഭിനയം കേൾക്കണമായിരുന്നു ഇതിനകത്ത് കേട്ടാ. നീല ശരിക്കാണോ ഫോൺ വിളിച്ചു ഇഗ്നോർ എന്റെ ഓർമ്മ പോവും. ഈ പുള്ളിയാണ് സെറ്റ് ചെയ്തത്. ബ്രോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വണ്ടിയുടെ ഈ സൈസ് കുറഞ്ഞതുപോലെ ഒരു ചെറിയ ഫീൽ വരുന്നുണ്ട്. അത് ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കംപ്ലീറ്റ്ലി റീബാച്ച് ചെയ്ത്, കാരണം ഒറിജിനൽ വണ്ടി ആയിട്ട് സാമ്യം തോന്നുന്നതുകൊണ്ട് കുറെ മാറ്റങ്ങൾ അതിൽ വരുത്തിയിട്ടുണ്ട്. അതാണ് കുറച്ച് കണ്ടീഷൻസ് ഒറിജിനൽ കിറ്റിന്റെ ഉണ്ട്. അതാണ് കോപ്പിറൈറ്റ് ഉണ്ടല്ലേ റിയൽ വണ്ടി, അങ്ങനത്തെ ഇഷ്യൂ ഉണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ബ്രോങ്കോയുടെ ഫ്രണ്ട് ബാക്കും അല്ല അത്, ലിറ്ററലി കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതാണ് ആ ചേഞ്ചസ് വന്നത്. ഇങ്ങനെ ഉദ്ദേശിച്ചതല്ല ഇറക്കാൻ, വേറെ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇറക്കുന്നുള്ളൂ. അതൊരു ടൈം എടുത്തിട്ട് കോൺസെപ്റ്റ് ചെയ്ത് മൊത്തത്തിൽ മാറ്റി ഇറക്കാനുള്ള ഇത് ഉണ്ട്. അത് കാരണം എന്താ വെച്ചാൽ കുറെ ആൾക്കാർ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ബ്രോങ്കോ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ കുറെ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതിലാണ് പിന്നെ ഇന്ന് രണ്ടുപേരും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഇന്നലെ ആക്കാന്ന് വിചാരിച്ചു. നമുക്ക് എല്ലാവർക്കും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്താലോ? ഈ വണ്ടി എടുത്ത് എടാ നമ്മുടെ എല്ലാരും ഗ്യാങ് ഡ്രസ് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നടാ കുറച്ചുകൂടെ. പടയെന്ന് ഗ്യാങ് ഡ്രസ് ഇട്ടായിരുന്നു കൊള്ളായിരുന്നു. നമുക്ക് കുറച്ച് മിഡിലോട്ട് ഇടാൻ വണ്ടി. അയ്യോ എടാ അറിയാ തട്ടിയാണ്. എടാ ഡ്രസ് മാറ്റാനല്ല, ഞാൻ വണ്ടി കൂടി ഇടാനാണ്. വേറെ വണ്ടി പോയിട്ട് വേടാ. വേറെ വണ്ടി പോയിട്ട് വരാല്ലേ? വേറെ വണ്ടി പോയിട്ട് വരാ. മറ്റേ ഫേസ് ടു ഫേസ് വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നതായിരിക്കും. ഫേസ് ടു ഫേസ് വേണോ? രണ്ട് വണ്ടിയും കൂടെ ഇങ്ങനെ അപ്പുറത്ത് അപ്പുറത്ത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ചാരി ഇരിക്കായിരുന്നു. അല്ല അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ രണ്ട് വണ്ടിയും ഫേസ് ടു ഫേസ് വെച്ചിട്ട് ഈ സൈഡ് ഇവിടെ നിൽക്കുന്നു. ലീൻ 4 ലീൻ 4 ഇതാണ് ലീൻ 4. ഇത് ലീൻ 3, ഇത് ലീൻ 4 തന്നെ കൊള്ളാം. ഇത് ലീൻ 6, ലീൻ 6ഉം കൊള്ളാം. ഇങ്ങോട്ട് നോക്കിട്ട് കിട്ടാ മതിയാണ്. തിരിഞ്ഞു നിന്നിട്ട് ലീൻ വണ്ടി എടുത്ത് മാറ്റില്ല. ടയർ പൊട്ടിച്ച് റിപ്പയർ കിട്ടുന്നുണ്ടേ. റിപ്പയർ തള്ളി മാറ്റല്ലേ സാർ, തള്ളി മാറ്റല്ലേ പ്ലീസ്, തള്ളി മാറ്റല്ലേ. ചന്ദ്രൻ അവൻ പോയെന്ന് തോന്നുന്നു. അവൻ പോയി. അവര് മറ്റേ എന്തോ റാങ്ക് വിഷു എന്തോ ചെയ്തോണ്ടിരിക്കുവല്ലേ, അത് ഡെയിലി എന്തോ ചലഞ്ച് എന്തോ ആണ്.
സാഗുരിന്റെ ഗിഫ്റ്റ് കളക്ട് ചെയ്ത് വീടിന്റെ താഴെ ഇരിപ്പുണ്ട് ഞാൻ പക്ഷെ അൺബോക്സ് ചെയ്തില്ല താഴെ ഇരിപ്പുണ്ട്. ഹലോ പറയടാ പിന്നെ ഈ വണ്ടി നിങ്ങളുടെ ഐഡിയിലോട്ട് പിട്ടുതരും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി സ്പോൺ ചെയ്ത് കഴിഞ്ഞാല് ലൈക്ക് ഇത് ഫുൾ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു തരും. അപ്പൊ ഒന്നുകൂടി സേവ് ചെയ്താൽ മതി. അൺബോക്സിംഗ് ലൈവ് വന്നോ? എടാ അത് മറ്റേ ഇതാടാ ഡ്രൈവിംഗ് സിമുലേഷൻ. അത് കുറെ ഉണ്ട്, വലിയ പാക്കേജാ. ഞാൻ വീട്ടിൽ കൊണ്ടേ പൊട്ടിക്കാന്ന് വിചാരിച്ചിരിക്കും. ഞാൻ വീട്ടിൽ സെറ്റ് ചെയ്യാൻ വിചാരിക്കും. ഗെയിമിംഗ് റൂമിൽ പോകുന്നതിന്റെ അന്ന് ഞാൻ അൺബോക്സ് ചെയ്യാം ലൈവില്. ഗെയിമിംഗ് റൂമിൽ പോകുന്നതിന്റെ അന്ന് അൺബോക്സ് ചെയ്യാം. അല്ല ഇതിന് വീണ്ടും പാക്ക് ചെയ്യണം. ഫോട്ടോ എടുക്കാറില്ല, അതാണ് വേറെ കാര്യം. നീ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തോട്ട്. ഗൈസ് ഞാൻ വേറെ കാര്യം പറയട്ടെ. സാഗുരു ഇന്ന് റിയൽ ലൈഫില് ആസ്റ്റൺ മാർട്ടിൻ എടുത്തു. പുള്ളിയുടെ വണ്ടി നിങ്ങൾ കണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ അമ്മ കണ്ട് കിളി പോയി. എന്റെ അന്ന് ലൈവ് പറഞ്ഞില്ലായിരുന്നോ ഗൈസ് അത് ബുക്ക് ചെയ്തേക്കുവാണെന്ന്? അതെ, ഞാൻ വണ്ടി കാണിച്ചുതരാം. ഇതുണ്ടോ? എന്ത് സാധനമല്ലേ നമ്മൾ ഇതിനകത്ത് ഓടിച്ചോണ്ട് നടക്കണതൊക്കെ അങ്ങനെ അവിടെ റിയൽ ലൈഫിൽ ഓടിച്ചോണ്ട് നടക്കണേ. ഇല്ല ഞാൻ വന്നേ നമ്പർ ഒന്നും അതിനകത്ത് കാണത്തില്ല. അതേപോലെ ഇപ്പുറത്തെ എടുത്തിട്ട് നമ്മൾ അതിന്റെ സൈഡും അവരവരുടെ സൈഡും. എങ്ങനെ കേട്ടില്ല? അണ്ണാ അങ്ങോട്ടിടാ അവിടെ വണ്ടി കറക്റ്റായിട്ട് വണ്ടി എടുത്തിട്ടാ ഷോട്ടക്സ് എടുത്തിട്ടാ. അതേതാ മോഡൽ എനിക്ക് അറിഞ്ഞൂടാ. പർട്ടിക്കുലർ മോഡൽ ഏതാന്ന് അറിഞ്ഞൂടാ. അത് ദുബായില ഇവിടെയല്ല ദുബായില. ദർശനക്കുള്ള ഗിഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ദർശനക്കുള്ള ഗിഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നാളത്തേക്ക് കിട്ടുന്നത് ദർശനക്കുള്ള ഗിഫ്റ്റ്. ഒരു വണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പറയടാ ഒന്ന് വിളിക്കാന്ന് ചോദിച്ചു. ലാസ്റ്റ് വിളിച്ച നമ്പർ അല്ലേ 2223. ഹലോ വേടാ എന്റെ ഫോൺ ഓഫാ. പറഞ്ഞോ. പ്രാങ്കിനെ കുറിച്ച് ഇപ്പൊ എന്താ പറയാല്ലേ ഇപ്പോഴുള്ള? ഞാൻ സത്യം പറഞ്ഞിട്ടല്ലോ, ആദ്യം എനിക്ക് ഉറപ്പായിരുന്നു ഇത് പ്രാങ്ക് ആയിരിക്കുമെന്ന്. കാരണം ഇവന്മാരുടെ കെണ്ട അഭിനയം കണ്ടപ്പോഴേ എനിക്ക് പ്രാങ്ക് ആണെന്ന് മനസ്സിലായി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഹരിയുടെ ഒക്കെ കോള് കേട്ടപ്പോ അല്ല നീലന്റെ ഒക്കെ കോള് കേട്ടപ്പം എനിക്കിത് ശരിക്കും സിറ്റുവേഷൻ ആണോന്ന് തോന്നിപ്പോയി. അഭിനയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഏബലിന്റെ അഭിനയം കണ്ടി അഭിനയം അതിലാണ് എനിക്കിത് സത്യം പറഞ്ഞ എനിക്കിത് പ്രാങ്ക് ആണെന്ന് മനസ്സിലായത്. ആ ഗോകുവിന്റെ ഭയങ്കര ഇവരെ മോബിയുടെയും ഗോകുവിന്റെയും ഇവന്റെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരുന്നു. ഭയങ്കര ആകെ എനിക്ക് ആകെ എനിക്ക് നന്നായിട്ട് നീല അഭിനയം അല്ലായിരുന്നു പിന്നെ അറിയണം. പക്ഷെ എനിക്ക് നല്ല അഭിനയമായിട്ട് തോന്നിയത് നീലന്റെ ആയിരുന്നു. എന്തായാലും നന്നായി. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഇങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാ. മറ്റുള്ള കുറെ പേർക്ക് ഹാപ്പി ആയത് അങ്ങോട്ട് പേടിച്ച് ഇവിടെ അടിപൊട്ടിയപ്പോ പല ചർച്ചയായിരുന്നു കേട്ടോ. റെഡി ആയിട്ട് വന്നതാ യുദ്ധ വടിയൊക്കെ എടുത്തുന്ന കേട്ടോ. ഫോട്ടോ എടുക്കാം. എല്ലാരും അങ്ങോട്ട് നിന്നതിനാലേ ഫോട്ടോ എടുക്കാം. ഞങ്ങള് പച്ചവണ്ടിയുടെ ഫ്രണ്ട് ഇരിക്കാം. ഇല്ല നമ്പർ പ്ലേറ്റ് എന്താ ഉണ്ട്? എനിക്ക് വാസു ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു.
ഞാൻ നമ്പർ പ്ലേറ്റ് ചെയ്താൽ നോക്കട്ടെ. എനിക്ക് വണ്ടിയിൽ ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു. ബ്രോ ടിൻഡു എന്ന് പറയട്ടാ. ടിൻഡു എന്നായിരുന്നല്ലേ, ഞാൻ മറന്നുപോയി. ആ എന്തോ ടിൻഡു മതി ചേട്ടാ നമ്പർ പ്ലേറ്റ്. വണ്ടി മേലെ ഇരുന്നാലേ ബെറ്റർ, പിന്നാടി ഇല്ലെന്ന് കാണാൻ മുടിയാതെ എന്താ സാബു എന്താ വണ്ടി മേലെ നിന്നാ ബെറ്റർ. ഇല്ല വണ്ടി മേലെ വേണ്ട, വണ്ടി മേലെ വേണ്ട, വണ്ടി മേലെ വേണ്ട, ഇങ്ങനെ മതി. ഓക്കെ ഓക്കെ ഓക്കെ. പെട്ടെന്ന് നിക്കടാ, അതിന്ന് റെക്കോർഡ് ചെയ്യട്ടെ. ദൈവമേ രാവിലെ ആക്കാവോ? ദൈവമേ ഇവിടെ ദൈവമുണ്ടെങ്കിൽ ശശി മച്ചാൻ ദൈവമേ ആരെങ്കിലും രാവിലെ ആക്കാവോ? രാവിലെ ക്ലൈമറ്റ് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഇവിടെ. കാർലോ ലീൻ 4. ഓ ഇതിന്റെ ഇത് നോക്കിയേ, കാർലോടെ ഇതിനകത്ത് ഹെഡ്ലൈറ്റിൽ ആ ലോഗോ വേണ്ട. കേറാൻ പറ്റുന്നില്ല എനിക്ക്, ഇവിടെ കേറാൻ പറ്റാത്ത. ഹലോ, എനിക്ക് നിന്നെ കാണിക്കുന്നില്ല. ലെറ്റ്സ് ഗോ. എനിക്കിവിടെ താഴെ അല്ലേ നീ താഴെ നിക്കുന്നതാ. എല്ലാരും റെക്കോർഡ് വീട് മേല് പേടിക്കണ്ട, എന്റെ ഫോൺ. എന്തൊരു വൃത്തിയേതല്ലേ എന്റെ അമ്മോ, എത്ര നാളായല്ലേ. നിങ്ങളൊക്കെ ഈ ഫോട്ടോ എടുക്കുന്ന LST അവനെവിടെ? എന്തൊരു പ്രത്യേക സന്തോഷം കേട്ടോ സത്യം പറഞ്ഞ കേസ്. കാരണം അത്രയ്ക്കും ഇതായിട്ടുണ്ട് എന്നുവെച്ചാ, വെളിയിലാണെങ്കിലും അകത്താണെങ്കിലും നമ്മള് ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട്. നേരിട്ട് കണ്ട സമയത്തെ ഞങ്ങൾക്ക് ഒന്നും മുഖത്ത് പോലും നോക്കാൻ പറ്റാതെ മിണ്ടാതെ പോയിട്ടുണ്ട്. ഞാനും കാസ്ട്രോ ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തന്നെ അയ്യോ അത് ആലോചിക്കാൻ പോലും വയ്യ. അത് സത്യം പറഞ്ഞ ഡോക്കി. അതെ അതുകൊണ്ടാണ് സത്യം പറഞ്ഞത് ഇനി അങ്ങനെ ഒരു സാധനം ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലെന്ന് ഉറപ്പിച്ചത്. അതുകൊണ്ടാ ഞാൻ 4-5 ക്ലിപ്പ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. തോക്ക് വേണ്ടളിയാ, തോക്കൊക്കെ എന്നുണ്ടേലിയാ. അപ്പൻ ഇന്ന് ഇല്ലെന്ന് തോന്നടാ, ഇന്ന് സിറ്റിയിൽ ഇല്ലെന്ന് തോന്നുന്നു. പുള്ളി ഇവിടെ വന്ന് ഇടയ്ക്ക് പ്ലേയിങ് 5 എന്ന് പറഞ്ഞ് കാണിച്ചായിരുന്നു. ജസ്റ്റ് ഒന്നും കൂടെ കുറച്ച് അറിയിക്കോ സെന്ററായിട്ട് ഓപ്ഷനിലാണ്. ഓപ്ഷൻ ഉണ്ടല്ലേ, അതാണ് എനിക്കും കൂടെ ചെയ്യണം. സാബു അവിടെ നടുക്ക് പ്രശ്നം കേട്ടാ. സോറി. என்னடா தம்பி உங்களை இப்படி பண்றீங்க? இல்ல அவന്റെ ബാക്കിൽ സീതാ മണ്ടേലോട്ട് കേറ്. സീതാ മണ്ടേ കേറ്. വെറും ഒരു ക്യാമറയിൽ പതിയാൻ പോണ ഒരു ചിത്രമല്ല ഇത്. ആ ഡയലോഗ് ഇടണല്ലേ. എല്ലാരും റെഡി ആയെന്ന് പ്രതീക്ഷിക്കുന്നു. റെക്കോർഡ് എടുക്കണേ. ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എന്റെ സ്വപ്നത്തിലേക്കാണ്. എന്റെ സ്വപ്നം, എന്റെ സ്വർഗരാജ്യം.